പറയുകയാണ് ഒരാൾ പറയുകയാണ് ഒരാൾ നമ്മോട് പറയുകയാണ് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയാണ്. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയാണ് ഒരാൾ. അപ്പൊ അയാളുടെ അവസ്ഥ, അയാൾ ഇൻകാർ, നിഷേധിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ അവസ്ഥ. അപ്പോ മുഖാത്തബിന്റെ അവസ്ഥ, നമ്മോട് സംസാരിക്കുന്ന ആള് നിഷേധിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളൊരു ലഫ്ള് അള്ളാഹു ഉണ്ട് എന്നുള്ള ലഫ്ള് കൊണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? അയാൾ നിഷേധിക്കുന്ന അവസ്ഥയാണ്. നിഷേധിക്കുന്ന അവസ്ഥയുള്ള ഒരാളോട് നാം സംസാരം കൊണ്ടുവരുന്ന സമയത്ത് നല്ല സ്ട്രെസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം. കാരണം അയാൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അള്ളാഹു ഉണ്ട് എന്ന് പറയൽ കൊണ്ട് മാത്രം ആവുകയില്ല. അപ്പോ നമ്മള് ഇന്നല്ലാഹ ലമൗജൂദുൻ എന്ന് നമ്മൾ പറയും. നമ്മൾ ഇന്ന എന്നുള്ള താക്കീദിന്റെ അർഫ് കൊണ്ടുവന്നു. പിന്നെ ഇബ്തിദാഇന്റെ ലാമ് ലമൗജൂദുൻ, ഇന്നന്റെ ഖബറിൽ ഇബ്തിദാഇന്റെ ലാമിന് കൊണ്ടുവന്നു. ഇതൊക്കെ താക്കീദിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മുടെ മുഖാത്തബ് നിഷേധിക്കുന്ന എന്നുള്ള ഒരു അവസ്ഥയിലാകുന്ന സമയത്ത് നാം നമ്മുടെ കലാമിന് ചില സ്ട്രെസ്സുകളൊക്കെ കൊണ്ടുവന്നു. ഇങ്ങനെ മുഖാത്തബിന്റെ ഹാൽ അനുസരിച്ചുകൊണ്ട് സംസാരം കൊണ്ടുവരാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഫന്നിനിക്ക് പറയുന്ന പേരാണ് ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ മുഖാത്തബിന്റെ ഹാലിനനുസരിച്ച് കൊണ്ട്, അവൻ നിഷേധിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതിന് പറ്റിയ സംസാരം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. നമ്മളെ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, പിന്നെ ഷാഫിസ്ഥാന് നോബൽ സമ്മാനം കിട്ടി എന്ന് പറയാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പാവം കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മാഷാ അല്ലാഹ് ഷാഫിസ്ഥാൻ നോബൽ സമ്മാനം കിട്ടില്ലേ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, വേറെ ഒന്നും പറയില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഇന്നൽ ഉസ്താദ് മുഹമ്മദ് ഷാഫി ലഖദ് ഹസല അല ജായിസത്തി നോബൽ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അൽ ഉസ്താദ് ഷാഫി ഖദ് ഹസല, അല്ലെങ്കിൽ അൽ ഉസ്താദ് ഷാഫി ഹസല അല ജായിസത്തി നോബൽ എന്ന് പറഞ്ഞാൽ മതി. നേരെ മറിച്ചിട്ട് ഒരാളോട് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. അല്ലേ? അപ്പോ പിന്നെ ഷാഫി ഉസ്താദിനിക്ക് കേരളത്തിൽ നിന്ന് കഥ വിഷയത്തിൽ ഒരു അവാർഡ് കിട്ടി എന്ന് നമ്മൾ പറഞ്ഞാലും ഓൻ വിശ്വസിക്കൂല. അത് ഓന്റെ ഈ മാറ്ററിന്റെ പ്രശ്നമല്ല, എന്ത് പറഞ്ഞാലും ഓൻ വിശ്വസിക്കൂല. അപ്പൊ ഓനോട് നമ്മൾ പറയും വല്ലാഹി ബില്ലാഹി തല്ലാഹി ഇന്നൽ ഉസ്താദ് മുഹമ്മദ് ഷാഫി ലഖദ് ഹസല അലൽ ജായിസ മിൻ മക്കാനി കഥ എന്ന് നമ്മൾ പറയും. അപ്പൊ മുഖാത്തബിന്റെ ഹാലനുസരിച്ച് കൊണ്ട് നമ്മളെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഫന്നിനിക്ക് പറയുന്ന പേരാണ് ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൽമുൽ മആനിയുടെ താരീഫ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ്, ബലാഗയിലുള്ള ഒരു സംഗതിയാണ് ഹാല് മുക്തദൽ ഹാല്. എന്താണ് ഹാല് മുക്തദൽ ഹാല്? അതായത് നമ്മുടെ മുഖാത്തബിന്റെ അവസ്ഥ എന്താണ്, അതാണ് ഹാല് എന്ന് പറഞ്ഞാൽ. അയാളുടെ സ്റ്റാറ്റസ്, പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ്, അതാണ് ഹാല്. ആ ഹാല് തേടുന്ന ഒരു സംഗതി ഉണ്ടാകും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അള്ളാഹുവിന്റെ വുജൂദ് നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹാല് ഇൻകാർ എന്നാണ്. അയാൾ നിഷേധിക്കുന്ന ആളാണെന്നാണ് ഹാല് ഇൻകാർ. അപ്പൊ ഇൻകാർ എന്നുള്ള ഹാല് തേടുന്നുണ്ട്. ആ ഹാല് തേടുന്ന സംഗതി എന്താണ്? സ്ട്രെസ് ആണ് തേടുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് മുക്തദൽ ഹാൽ എന്ന് പറയും. അപ്പോ മുക്തദൽ ഹാലിനനുസരിച്ച് കൊണ്ട് ഒരു കലാമിനെ കൊണ്ടുവരാൻ പഠിപ്പിക്കുന്ന ഫന്നിനിക്ക് പറയുന്ന പേരാണ് ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൽമുൽ മആനിയുടെ താരീഫ് ഒന്ന് എഴുതി വെച്ചോളി. ഇൽമുൽ മആനിയുടെ താരീഫ് എഴുതി വെച്ചോളി. ഇൽമുൻ യുഅറഫു ബിഹി അഹ്വാലുൽ ലഫ്ദിൽ അറബി അല്ലതി ബിഹാ യുതാബിഖുൽ ലഫ്ളു മുക്തദൽ ഹാൽ. ഒന്നുകൂടി പറയാം. ഇൽമുൽ മആനി ഇൽമുൻ യുഅറഫു ബിഹി അഹ്വാലുൽ ലഫ്ദിൽ അറബി അല്ലതി ബിഹാ യുതാബിഖുൽ ലഫ്ളു മുക്തദൽ ഹാൽ.
ഒന്നുകൂടി, ഇൽമുൽ മആനി ഇൽമുൻ യുഅറഫു ബിഹി അഹ്വാലുൽ ലഫ്ദിൽ അറബി അല്ലതി ബിഹാ യുതാബിഖുൽ ലഫ്ദു മുഖ്തദൽ ഹാൽ. അപ്പൊ ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ അറബി ലഫ്ദിന്റെ അഹ്വാലുകളെ പറ്റി പറയുന്ന ഇൽമാണ്. ആ അഹ്വാലുകളെ കൊണ്ടാണ്, ആ അഹ്വാല് കാരണമായിട്ടാണ് ഒരു ലഫ്ദ് മുഖ്തദൽ ഹാലിനോട് യോജിക്കുന്നത്. അപ്പൊ ഇൽമുൽ മാനിയുടെ താരീഫിൽ എന്താണ് ഹാല്, എന്താണ് മുഖ്തദൽ ഹാല് എന്നൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത ഫന്നിലേക്ക് വരികയാണ്, ഇൽമുൽ ബയാൻ. ഇതിപ്പോ നമ്മൾ ഡെഫിനിഷൻ ഇൽമുൽ മആനിയുടെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത് ഇൽമുൽ ബയാൻ. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ബയാൻ ഒന്നുകൂടി സിമ്പിൾ ആണ് ഇൽമുൽ ബയാനെ കാട്ടിലും. എന്താ ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ? ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഒരേ ആശയത്തെ വ്യത്യസ്ത ശൈലിയിൽ കൊണ്ടുവരാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഫന്നാണ് ഇൽമുൽ ബയാൻ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണ്ട, ശ്രദ്ധിക്കാം. ഇൽമുൽ ബയാൻ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, സുഹൈൽ നല്ല ധർമ്മം ചെയ്യുന്ന ഒരാളാണ് എന്ന ആശയത്തെ നാം നമ്മുടെ മുഖാത്തബിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കും. സുഹൈൽ നല്ല ധർമ്മം ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് ഞാൻ ഒന്നുകിൽ പറയും, നേരെ എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സുഹൈൽ നല്ല ധർമ്മിഷ്ഠനാണ് എന്നുള്ള നേരെ പറയുന്ന പ്രയോഗം. അതിൽ വലിയ സാഹിത്യ ഭംഗിയൊന്നുമില്ല ആ പ്രയോഗത്തിൽ. സുഹൈൽ ധർമ്മം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു, നേരെ പറഞ്ഞു, ഡയറക്റ്റ്. രണ്ട് തഷ്ബീഹിന്റെ ശൈലി എടുത്തു. എന്താ തഷ്ബീഹിന്റെ ശൈലി? സുഹൈൽ യൂസുഫ് അലിയെ പോലെയാണ് ധർമ്മത്തിൽ എന്ന് പറഞ്ഞു. അത് തഷ്ബീഹിന്റെ ശൈലിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിനെക്കാട്ടിലും ഒന്നും കൂടി ഒരു എക്സാഗ്രേഷൻ ഉണ്ടാകും തഷ്ബീഹ് ആകുന്ന സമയത്ത്. ഇനി മൂന്നാമത്തത് വേറൊരു ശൈലിയിൽ, ഇസ്തിആറത്തിന്റെ ശൈലിയിൽ. ഞാന് കേരള യൂണിവേഴ്സിറ്റി സന്ദർശിച്ച സമയത്ത് അവിടെ ഞാന് ഒരു സമുദ്രത്തെ കണ്ടു. ആ സമുദ്രം ജനങ്ങൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ഞാനൊരു സമുദ്രത്തെ കണ്ടു. ആ സമുദ്രം ജനങ്ങൾക്ക് വാരി വാരി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അത് ഇസ്തിആറത്തിന്റെ ശൈലിയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇസ്തിആറത്തിന്റെ ശൈലിയാണ്. ഇനി വേറൊരു ശൈലിയിൽ പറയാം, ധർമ്മം ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ VC സുഹൈലാണ്. ഇനി വേറൊരു ശൈലിയിൽ പറയാണ്, സുഹൈലിന്റെ വീട്ടില് പട്ടി കുരക്കില്ല എന്ന് പറഞ്ഞു. അത് കിനായത്താണ്. കാരണം എന്താ? സുഹൈലിന്റെ വീട്ടിലെ ആളുകൾ വന്ന് പട്ടിക്ക് ആളുകളോടുള്ള ഇണക്കം കാരണമായിട്ട് ജനങ്ങളെ കാണുന്ന സമയത്ത് കുരക്ക എന്നുള്ള ആ ഒരു പ്രവണത പോയി. അത് കിനായത്ത് എന്ന ആ ശൈലിയെ പറ്റി പറയാം. അല്ലെങ്കിൽ പറയാണ്, സുഹൈലിന്റെ വീട്ടിൽ ഒട്ടകക്കുട്ടി മെലിഞ്ഞ കുട്ടിയാണ് എന്ന് പറയും. കാരണം എന്താ? ആളുകൾ വന്നിട്ട് ഒട്ടകത്തിന്റെ പാല് ആളുകൾക്ക് കൊടുത്തിട്ട് ആ ഒട്ടകക്കുട്ടിക്ക് കുടിക്കാൻ പാലില്ലാതായി എന്നുള്ള അർത്ഥത്തിലേക്ക്. അല്ലെങ്കിൽ ആധുനിക യുഗത്തിൽ പറയുകയാണെങ്കിൽ സുഹൈലിന്റെ വീട്ടിൽ ഗ്യാസിന്റെ ബില്ല് കൂടുതലാണ് എന്ന് പറയാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരേ ആശയത്തെ വ്യത്യസ്ത വഴികളിൽ കൊണ്ടുവരാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഫന്നാണ് ഇൽമുൽ ബയാൻ. നമ്മൾ അറബി പറയുകയാണെങ്കിൽ ഈറാദുൽ മഅനൽ വാഹിദ് ഹുവൽ ഇൽമുൽ ലദി യുറഫു ബിഹി. താരിഫ് എഴുതിക്കോളി, ഇൽമുൽ ബയാന്റെ താരിഫ് എഴുതിക്കോളി. ഹുവൽ ഇൽമുൽ ലദി യുറഫു ബിഹി ഈറാദുൽ മഅനൽ വാഹിദ് ബിതുറുഖിൻ മുഖ്തലിഫ. هو العلم الذي يعرف به إيراد المعنى الواحد بطرق مختلفة.
വ്യത്യസ്തമായ വഴികളിലൂടെ ഒരേ ആശയത്തെ കൊണ്ടുവരാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഫന്നാണ് ഇൽമുൽ ബയാൻ. അടുത്തത് ഇൽമുൽ ബദീ ആണ്. ഇൽമുൽ ബദീ ആണ്. ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ഏറ്റവും സിമ്പിളാണ് ഇൽമുൽ ബദീ. നമ്മളെ പ്രാസം ഒപ്പിക്കുക, കലാമിന് പ്രാസം ഒപ്പിക്കുക, അങ്ങനെ ലഫ്ദിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ നമ്മളെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്ന ഫന്നാണ് ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഒരു ഉദാഹരണത്തിന് പറയാണ്, അല്ലാഹുമ്മ ഇൽമുക ബിൽ ഹാൽ യുഗ്നി, അള്ളാഹുവെ എന്റെ അവസ്ഥ നിനക്കറിയാലോ, ചോദിക്കേണ്ട ആവശ്യമില്ല, നീ ഉന്നതനാണ്. ഈ അർത്ഥത്തിലേക്ക് അറബിൽ സജ ഒപ്പിച്ചിട്ട് നമ്മൾ പറയാണ്, അല്ലാഹുമ്മ ഇൽമുക ബിൽ ഹാൽ യുഗ്നി അനി സുആൽ ഇന്നക അൻതൽ അസീസുൽ മുതആൽ എന്ന് പറയാം. അപ്പൊ നമ്മളെ ദുആകളിലൊക്കെ കണ്ടില്ല, നിങ്ങൾ പ്രാസ് ഒപ്പിച്ചിട്ട് അല്ലാഹുമ്മ ഇൽമുക ബിൽ ഹാൽ യുഗ്നി അനി സുആൽ ഫഗയ്യിർ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. ഇങ്ങനെ പ്രാസം പോലുള്ള അതുപോലെ സംഗതികളെ കൊണ്ടൊക്കെ നമ്മളെ ലഫ്ദിനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഐനി എന്റെ രണ്ട് കണ്ണ്, എന്റെ കണ്ണ് തഖറുബിക്കും നിങ്ങളെ കൊണ്ട് സന്തോഷമാകും, ഇന്ദ തഖറുബിക്കും നിങ്ങൾ എന്നോട് അടുത്ത് വരുന്ന സമയത്ത്. ആ ലഫ്ദ് നോക്കി, ഐനി എന്റെ കണ്ണ്, തഖറു അതിന് കുളിർമയാകും, ബിക്കും നിങ്ങളെ കൊണ്ട്, ഇന്ദ തഖറുബിക്കും നിങ്ങൾ എന്റെ അടുത്ത് വരുന്ന സമയത്ത്. ഇതുപോലെ ലഫ്ദുകളെ കൊണ്ടിട്ട് മാസ്മരികത സൃഷ്ടിക്കുക, ലഫ്ദിനൊന്ന് ഭംഗിയാക്കി അവതരിപ്പിക്കുക, ഇതാണ് ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൽമുൽ ബദീന്റെ താരീഫ് ഇൽമുൻ യുഅറഫു ബിഹി വുജൂഹു തഹ്സീനിൽ കലാം, ഒരു കലാമിന്റെ മോഡിഫിക്കേഷൻ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഫന്ന്. ഇൽമുൻ യുഅറഫു ബിഹി വുജൂഹു തഹ്സീനിൽ കലാം. ഇതാണ്. അപ്പൊ ഇൽമുൽ ബലാഗക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, 3 ഫന്നിനും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇപ്പൊ നൽകിയത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇൽമുൽ ബലാഗയിൽ എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതികളിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഇൽമുൽ ബലാഗ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല, ഒരു എക്സാമിന് വരുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഫസാഹത്ത് ബലാഗത്ത് എന്നുള്ളത് എന്താണ്? ഫസാഹത്ത് ബലാഗത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഉള്ളത്. ആദ്യം നമ്മൾ ഫസാഹ എന്നുള്ള ചർച്ചയിലേക്ക് കിടക്കാം. ഒന്ന് ഹെഡിങ് എഴുതിക്കോളി, അൽ ഫസാഹത്തു. ഹെഡിങ് എഴുതിക്കോളി, അൽ ഫസാഹത്തു. അൽ ഫസാഹത്തു, ഫസാഹ എന്നുള്ളത് കെലിമത്തിൽ ഫസാഹയുണ്ട്, അതുപോലെ കലാമിലും ഫസാഹയുണ്ട്. രണ്ടും രണ്ട് ഫസാഹത്താണ്. അപ്പൊ നമ്മള് ആദ്യത്തെ ഹെഡിങ് അൽ ഫസാഹത്തു ഫിൽ കെലിമ, ഒരു കെലിമയെ സംബന്ധിച്ച് എപ്പോഴാണ് നമ്മൾ കെലിമ ഫസീഹ എന്ന് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റത്തെ ഹെഡിങ് അൽ ഫസാഹത്തു ഫിൽ കെലിമ, ഒരു കെലിമയെ സംബന്ധിച്ച് എപ്പോഴാണ് നമുക്ക് ഫസീഹ എന്ന് പറയാൻ സാധിക്കുക. ഒന്നാമത്തെ സബ് ഹെഡിങ് അൽ ഫസാഹത്തു ഫിൽ കെലിമത്ത്. ഒന്ന്, ഒരു കെലിമയെ പറ്റി ഫസാഹ നമുക്ക് പറയാൻ സാധിക്കുക, എഴുതി വെച്ചോളി, ഖുലൂസുഹു, ഖുലൂസുഹ ഒരു കെലിമ തനിക്കുന്ന സമയത്താണ്, മിൻ തനാഫുരിൽ ഹുറൂഫി, ഖുലൂസുഹ അൽ ഫസാഹത്തു ഫിൽ കെലിമത്തി ഖുലൂസുഹ മിൻ തനാഫുരിൽ ഹുറൂഫി വൽ ഖറാബത്തി വ മുഖാലഫത്തിൽ ഖിയാസ്.
അപ്പോ ഒരു കെലിമത്തിലെ ഫസാഹത്ത് ഉണ്ടാവാൻ വേണ്ടി 3 സംഗതികളുണ്ട്. ഈ 3 സംഗതികൾ എന്താ? ഒന്ന് തനാഫുറുൽ ഹുറൂഫിൽ നിന്ന് രക്ഷപ്പെടണം. 2 ഖുറാബത്തിൽ നിന്ന് രക്ഷപ്പെടണം. 3 മുഖാലഫത്തുൽ ഖിയാസ് നിന്ന് രക്ഷപ്പെടണം. എന്താ തനാഫുറുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാല്? അതായത് ഹർഫുകൾ നാവിൽ സഖീലാവുക, ഭാരമാവുക, നമുക്ക് ഉച്ചരിക്കാൻ കഴിയാതെ വരിക. ഹർഫുകളുടെ പൊരുത്തക്കേടുകൾ കാരണമായിട്ട് നാവിൽ ഭാരമാവുകയും അങ്ങനെ ഉച്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക. അതാണ് തനാഫുറുൽ ഹുറൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇമ്രുൽ ഖൈസിന്റെ മുസ്തസിറാത്തുൻ. ആ ലഫ്സ് എഴുതി വെച്ചോളി. മുസ്തസിറാത്തുൻ എന്നുള്ള ഒരു പ്രയോഗം ഇമ്രുൽ ഖൈസ് പ്രയോഗിച്ചിട്ടുണ്ട്. മുസ്തസിറാത്തുൻ. അത് തനാഫുറുൽ ഹുറൂഫിനൊരു ഉദാഹരണമാണ്. ഖുറാബ എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത് ആ ലഫ്ലിന്റെ മാന എന്താണ് എന്ന് ആർക്കും അറിയുകയില്ല. ഖുറാബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലഫ്ലിന്റെ മാന എന്താണെന്ന് ആർക്കും അറിയുകയില്ല. വലിയ വലിയ ലിസാനുൽ അറബ് പോലത്തെ അറബിലെ ഏറ്റവും വലിയ ഡിക്ഷണറികളിലൊക്കെ തപ്പുന്ന സമയത്ത് മാത്രമേ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ സർവ്വസാധാരണ ആയിട്ടുള്ള നമ്മളെ കാമൂസുൽ മുഹീത്തോ അല്ലെങ്കിൽ നമ്മളുടെ മുഖ്താറിലോ അങ്ങനെ സാധാരണ അറബിയിൽ കഴിവുള്ള ആളുകൾക്കൊന്നും അതിന് ഒരു തഫ്സീർ പറയാൻ സാധിക്കില്ല. അതിന്റെ മാന ആർക്കും പരിചയമില്ല. ആ രൂപത്തിലാവുക എന്നുള്ളതാണ് ഖുറാബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് മുഖാലഫത്തുൽ ഖിയാസ്. മുഖാലഫത്തുൽ ഖിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർഫിയായ നിയമങ്ങൾക്ക് എതിരാവുക എന്നുള്ളതാണ്. സർഫിയായ നിയമങ്ങൾക്ക് എതിരാവുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ അൽഹംദുലില്ലാഹിൽ അജൽ എന്ന് പറഞ്ഞതിന് പകരം ആ ലാമിനെ ഫക്ക് ചെയ്യാം. അൽഹംദുലില്ലാഹിൽ അജ്ലൽ എന്ന് പറയുക. അജൽ എന്ന് പറയാതെ അജ്ലൽ. അത് സർഫിന്റെ നിയമങ്ങൾ ഒരേപോലുള്ള 2 ഹർഫുകൾ വന്നാൽ ഇദ്ഗാം ചെയ്യണം. അപ്പൊ അജ്ലൽ എന്ന് പറയാം. അജൽ എന്ന് പറയുന്നതിന് പകരം ഉന്നതനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടു തഅറഫ്ന ഫി ഹാദ ദർസി അന്നൽ ഫസാഹത ഫിൽ കലിമതി ഇന്നമാ തതഹഖഖു ബിഖുലൂസിൽ കലിമതി മിൻ തനാഫുരിൽ ഹുറൂഫി വൽ ഖറാബതി വമുഖാലഫത്തിൽ ഖിയാസി. ഹാദിഹിൽ അഷ്യാഉ الثلاث تمام لو سلمت الكلمة أو لو سلم المفرد من تنافر الحروف والغرابة ومخالفة القياس نستطيع أن نسمي تلك الكلمة بأنها فصيحة. അപ്പോൾ ഒരു കലിമത്തിലേക്ക് ഫസാഹത്ത് എന്ന് കൊടുക്കണമെങ്കിൽ ഈ 3 സംഗതികളും രക്ഷപ്പെടണം. ഇനി ഒരു കലാമിനിക്ക് എപ്പോഴാണ് ഒരു കലാമ് എപ്പോഴാണ് ഫസീഹാകുന്നത് എന്നുള്ളതാണ് അടുത്ത. അൽ ഫസാഹത്തു ഫിൽ കലാം സബ് ഹെഡിങ് ചെയ്തു. ഒന്ന് ളുഉഫു തഅലീഫിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലഫട്ടോ ഹംസട്ടോ ഫസ്റ്റ് അല്ലഫ യുഅല്ലിഫു തഅലീഫ്. ഒന്ന് ഖുലൂസുഹു ഒരു കലാമിനിക്ക് ഫസാഹത്ത് എന്നുള്ള സിഫത്ത് കൊടുക്കണമെങ്കിൽ ആ കലാം രക്ഷപ്പെടണം. ഖുലൂസുഹു ആ കലാം രക്ഷപ്പെടണം. മിൻ ളുഉഫി തഅലീഫി
ളുഅ്ഫു തഅലീഫി, ഘടനാപരമായ വീക്ക്നെസ്സിൽ നിന്ന് രക്ഷപ്പെടണം. ളുഅ്ഫു തഅലീഫ്. രണ്ട്, തനാഫുറുൽ കലിമാത്തിൽ നിന്നും രക്ഷപ്പെടണം. മൂന്ന്, തഅക്കീദിൽ നിന്നും രക്ഷപ്പെടണം. അപ്പോ ഈ മൂന്ന് സംഗതികളും ളുഅ്ഫു തഅലീഫ്, തനാഫുറുൽ കലിമാത്ത്, തഅക്കീദ്, മൂന്ന് സംഗതികൾ എന്താണെന്നൊന്ന് വിശദീകരിക്കണം. പെട്ടെന്ന് വിശദീകരിക്കാണ് ശ്രദ്ധിക്കാം. ളുഅ്ഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 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 കലാമ് അത് നഹ്വിന്റെ നിയമങ്ങൾക്ക് എതിരെയാവുക എന്നുള്ളതാണ് ളുഅ്ഫു തഅലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ളുഅ്ഫു തഅലീഫ്, ഘടനാപരമായ വീക്ക്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഹ്വിന്റെ നിയമങ്ങൾക്ക് എതിരാവുക എന്നുള്ളതാണ്. മുഖാലിഫ് ലിൽ ഖവാഇദി നഹ്വിയ്യ, നഹ്വിന്റെ നിയമങ്ങളോട് എതിരാവുക. ഹാദാ ഹുവൽ മഅനിയു ബിളുഅ്ഫി തഅലീഫ് അൻ യകൂനൽ കലാമു മുഖാലിഫൻ ലിൽ ഖവാഇദി നഹ്വിയ്യത്തിൽ മഷ്ഹൂറത്തിൽ മുസല്ലമ, നഹ്വിന്റെ എല്ലാവരും അംഗീകരിച്ച ഖായിദകളോട് എതിരാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ലറബ ഗുലാമുഹു സൈദൻ. ഉദാഹരണം എഴുതിക്കോളി. ലറബ ഗുലാമുഹു സൈദൻ. ലറബ ഗുലാമുഹു സൈദൻ. ഇവിടെ സെയ്ദിന്റെ കുട്ടി അടിച്ചു സെയ്ദൻ, സെയ്ദിനെ അടിച്ചു എന്നാണ് അർത്ഥം വെക്കുന്നത്. സെയ്ദിന്റെ കുട്ടി അടിച്ചു സെയ്ദൻ, സെയ്ദിനെ അടിച്ചു എന്നാണ് അർത്ഥം വെക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഗുലാമുഹു എന്നുള്ള ഹു ലമീർ മടങ്ങുന്നത് ബാക്കോട്ടാണ്. ലമീർ ബാക്കോട്ട് മടങ്ങാൻ പാടില്ല. അത് മഫ്ഊലിലേക്കാണ് മടങ്ങുന്നതെങ്കിൽ. ഫായിലേക്ക് ആണെങ്കിൽ ലമീർ ബാക്കോട്ട് മടങ്ങാൻ പറ്റും, അതിന് നിയമമുണ്ട്. മഫ്ഊലിലേക്കാണെങ്കിൽ മടങ്ങാൻ പാടില്ല. അപ്പൊ അത് നഹ്വിന്റെ നിയമം. ലമീർ ബാക്കോട്ട് മടങ്ങുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായി പറയുന്നത്. ലമീർ ബാക്കോട്ട് മടങ്ങാൻ പാടില്ല. ലമീർ ബാക്കോട്ട് മടങ്ങുക എന്നുള്ളത് അറബി നഹ്വിന്റെ നിയമങ്ങൾക്ക് എതിരാണ്. ഇതാണ് ളുഅ്ഫു തഅലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തുള്ള തനാഫുർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, തനാഫുറുൽ കലിമാത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേരത്തെ നമ്മൾ പിന്നെ ഫസാഹത്ത്, കലിമത്തിലുള്ള ഫസാഹത്തിനെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ തനാഫുറുൽ ഹുറൂഫ് ആയിരുന്നു പറഞ്ഞത്. പക്ഷെ കലാമിലുള്ള ഫസാഹത്തിന് നമ്മൾ പറഞ്ഞത് തനാഫുറുൽ കലിമാത്താണ് നമ്മൾ പറഞ്ഞത്. എന്താ തനാഫുറുൽ കലിമാത്ത് എന്ന് പറഞ്ഞാല്? തനാഫുറുൽ കലിമാത്ത് എന്ന് പറഞ്ഞാല് ഓരോ ഹർഫിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓരോ കെലിമത്തുകൾ ഉച്ചരിക്കുന്ന സമയത്ത് പ്രശ്നമായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു ജിന്ന് ഒരിക്കൽ പാടി ഒരു പാട്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: വ ഖബ്റു ഹർബിൻ ബി മക്കാനിൻ ഖഫ്രിൻ വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റുൻ എന്നാണ്. അതുകൊണ്ട് ഈ ബൈത്തിന് അർത്ഥം ഞാൻ വെച്ചരാം, എന്നിട്ട് ഞാൻ ഈ ബൈത്ത് ഒന്ന് 2-3 വട്ടം പാടി തരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഒന്ന്, ഹർബ് എന്ന് പറഞ്ഞ ആളുടെ ഖബർ ആകുന്നത് ബി മക്കാനിൻ ഖഫ്രിൻ, ഒഴിഞ്ഞ സ്ഥലത്താണ്. വലൈസ ഖുർബ ഖബ്രി ഹർബിൻ, ഹർബിന്റെ ഖബറിന്റെ അടുത്ത് ഇല്ല, ഖബ്റുൻ മറ്റ് ഖബർ ഇല്ല. ഒന്നുകൂടിയും ശ്രദ്ധിക്കും. ഹർബിന്റെ ഖബർ ആകുന്നത് ഒഴിഞ്ഞ സ്ഥലത്താണ്. വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റുൻ. ഇവിടെ ഈ ലഫ്സ് നിങ്ങൾ ഉച്ചരിക്കാൻ പ്രയാസമല്ലേ നോക്കി. വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റുൻ, വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റുൻ. നമ്മൾ ആടലോടകം തിന്ന് അലറലോടലറി എന്നുള്ളത് കുറെ വട്ടം പറയാൻ വേണ്ടി പറഞ്ഞ മാതിരിയുള്ള ഒരു സംഗതിയാണിത്. അതേപോലെ ഇവിടെ വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റുൻ. ഇത് ഓരോ കെലിമത്തും ഫസിയത്താണ്. ഖുർബ, ഖബ്ർ, ഹർബ്, ഖബ്ർ. പക്ഷെ ഈ കെലിമത്ത് ഒന്നായിട്ട് ഉച്ചരിക്കാൻ പ്രയാസമാണ്. ഒന്നായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഉച്ചരിക്കാൻ പ്രയാസമാണ്. അപ്പൊ നമുക്ക് വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റുൻ എന്ന് പറയാൻ പ്രയാസമുണ്ട്. അതാണ് തനാഫുറുൽ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഒരു കലാമ് അതിനക്ക് ഫസാഹത്ത് ഉണ്ടാവണമെങ്കിൽ എന്തെന്ന് കഴിച്ചിലാവണം?
തനാഫുറുൽ കലിമാത്തിൽ നിന്നും ലൂഫു താലീഫിൽ നിന്നും കഴിച്ചിലാവണം. മൂന്നാമത്തത് താക്കീദിൽ നിന്നും കഴിച്ചിലാവണം. മൂന്നാമത്തെ സംഗതി താക്കീദിൽ നിന്നും കഴിച്ചിലാവണം. എന്താ താക്കീദ് എന്ന് ഉദ്ദേശിച്ചത്? താക്കീദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെട്ടിക്കുടുക്കിൽ നിന്ന് കഴിച്ചിലാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കെട്ടിക്കുടുക്കിൽ നിന്ന് കഴിച്ചിലാവുക എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു അറബി കലാമില് അതിന്റെ ഈ ബൈത്തൊക്കെ പാടിയ ആള് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് നേരെ അങ്ങോട്ട് പറയാതെ പിന്നെ വളരെ പിന്നെ ടൈറ്റ് ആക്കിക്കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവർ ഉദാഹരണത്തിന് പറയാണ്, അതില് സാധാരണ അറബി ഭാഷയുടെ നിയമമാണ് മുസ്തസ്നാബിഹി, ഇസ്തിസ്നയുടെ ശേഷം പറഞ്ഞ സാധനത്തിനാണല്ലോ നമ്മൾ മുസ്തസ്നാബിഹി എന്ന് പറയാം. അതുപോലെ എന്തിൽ നിന്നാണോ ഇസ്തിസ്ന ചെയ്യുന്നത് അതാണല്ലോ മുസ്തസ്ന മിനുഹു എന്ന് പറഞ്ഞാല്. ഇതൊക്കെ അറിയുന്ന ആളുകളാവും എന്നുള്ള ഉദ്ദേശത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം കാമൽ കൗമു എഴുന്നേറ്റിരുന്നു ഇല്ലാ സെയ്ദ് ഒഴികെ. അപ്പൊ കൗമു എന്നുള്ളത് മുസ്തസ്ന മിനുഹു ആണ്, സെയ്ദ് എന്നുള്ളത് മുസ്തസ്ന ബിഹി ആണ്. അതുപോലെ നമ്മുടെ നഹ്വിന്റെ അറിയപ്പെട്ട നിയമങ്ങള്, ഈ നിയമങ്ങളൊക്കെ ഈ നിയമങ്ങൾക്ക് എതിരെ ഒക്കെ ചില നിയമങ്ങൾ ഉണ്ടാവും. എതിരെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായി കാണപ്പെടാത്ത രൂപത്തിൽ കൊണ്ടുവരിക, എന്നാലോ നഹ്വിനോട് വിയോജിക്കണമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്തസ്ന മിൻഹു മുസ്തസ്ന ബിഹയെക്കാട്ടിലും പിന്താൻ പറ്റും നഹ്വില്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കാമ ഇല്ല സെയ്ദൻ അൽ ഖൗമു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മുസ്തസ്ന മിൻഹുവിനെ ബാക്കിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ മുബ്തദാന്റെയും ഖബറിന്റെ ഇടയിൽ ഫസ്ൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സിഫത്തിന്റെയും മൗസൂഫിന്റെ ഇടയിൽ ഫസ്ൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതൊക്കെ നഹ്വിലെ നിയമങ്ങളിൽ നഹ്വിന്റെ നിയമങ്ങളിൽ ഇതിനൊക്കെ അംഗീകാരമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾക്ക് എതിരെ വരുന്ന സമയത്ത് സംസാരത്തിൽ നിന്ന് ആ സംസാരിക്കുന്ന ആള് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. സിഫത്തിന്റെയും മൗസൂഫിന്റെ ഇടയിൽ ഫസ്ൽ കൊണ്ടുവരിക, മുബ്തദാന്റെയും ഖബറിന്റെ ഇടയിൽ ഫസ്ൽ കൊണ്ടുവരിക, അതുപോലെ മുസ്തസ്ന മിനുഹുനെ മുസ്തസ്ന ബിഹിനെക്കാട്ടിലും പിന്തിക്കുക, ഇങ്ങനെ പല പ്രയാസങ്ങളും, ഇങ്ങനെ പല കാട്ടിക്കൂട്ടിട്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കലാം ഇങ്ങോട്ട് കെട്ടിക്കൊടുക്കുക, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇതാവും. ഇതില് ഉദാഹരണമായിട്ടൊരു അടിപൊളി ബൈത്ത് ഉണ്ട്. പക്ഷെ ഞാൻ ആ ബൈത്ത് വിശദീകരിച്ചെന്നാല് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്താവാത്തത് ആ ബൈത്ത് വിശദീകരിക്കാത്തത്. വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ ബലാഗന്റെ ഇത് പറഞ്ഞ സമയത്ത് ആ ബൈത്ത് ഞാൻ വിശദീകരിക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു കലാമ് ഫസീഹ് എന്ന് നമ്മൾ സിഫത്ത് കൊടുക്കണമെങ്കിൽ എന്തെന്ന് കഴിച്ചിലാവണം? തനാഫുറുൽ കലിമാത്തിൽ നിന്നും താക്കീദിൽ നിന്നും ലൂഫു താലീഫ്. ഇപ്പൊ ലൂഫു താലീഫും താക്കീദും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ലൂഫു താലീഫ് നഹ്വിയ നിയമങ്ങൾക്ക് എതിരാണ്. നേരെ മറിച്ച് താക്കീദ് അങ്ങനല്ല, നഹ്വിയ നിയമങ്ങൾക്കൊക്കെ അനുസരിക്കുന്നുണ്ട്, പക്ഷെ പിന്നെ സാധാ ശൈലിയിലായിരിക്കില്ല എന്ന് മാത്രം. ഇനി അടുത്തത് ബലാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ബലാഗ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ലഫ്ള് മുക്തദൽ ഹാലിനോട് യോജിക്കുക, അതാണ് ബലാഗ. മുതാബഖത്തുൽ ലഫ്ളി മുക്തദൽ ഹാൽ. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ ഫീഡ്ബാക്ക് പറയും. മനസ്സിലാവുന്നുണ്ടെന്നാ പറയുന്നത്. മിയാഫിൽ മിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അല്പം പുറത്തായിരുന്നു, വേറെ എൻഗേജ്മെന്റ്. എല്ലാരും സംതൃപ്തരാണ്. എന്നെ കുഞ്ഞാപ്പോക്കല് നോമ്പോടെ നടത്ത്. ഒരു കലാമ് എപ്പോഴാണ് ബലാഗ, ഒരു കലാമിന് എപ്പോഴാണ് ബലാഗ എന്ന് പറയുന്നത്? അപ്പൊ ഒരു കലാമ് മുക്തദൽ ഹാലിനോട് യോജിക്കുന്ന സമയത്താണ് ആ കലാമിനെ സംബന്ധിച്ചിട്ട് ബലീഗ് എന്ന് പറയുന്നത്. അപ്പൊ അൽ ബലാഗത്തു ഫിൽ കലാമി മുതാബഖത്തുൽ കലാമി ലി മുക്തദൽ ഹാൽ. കലാം അല്ലെങ്കിൽ ഒരു ലഫ്ള് മുക്തദൽ ഹാലിനോട് യോജിക്കുന്ന സമയത്താണ്
ബലാഗ, ആ കലാമിനെ പറ്റിയിട്ട് ബലീഗ് എന്ന് പറയുന്നത്. എന്താണ് ഹാല്, എന്താണ് മുക്തല എന്നൊക്കെ നമ്മുടെ ഇൽമുൽ മആനിന്റെ താരീഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതി, അറബികൾ ഒരിക്കലും മുഫ്രദായ ലഫ്ദിനെ പറ്റിയിട്ട് ബലാഗ എന്ന് പറയാറില്ല. അതായത് കെലിമ ബലീഗ എന്ന അറബികൾ പറയും. കലാമിനിക്ക് മാത്രമേ ബലാഗ കൊണ്ട് സിഫത്ത് പറയാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫസാഹത്തിനെ പറ്റി സംസാരിച്ച സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? മുഫ്രദിൽ ഒരു ഫസാഹത്ത് ഉണ്ട്, കലാമിൽ വേറെ ഫസാഹത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. നേരെ വിളിച്ചിട്ട് ബലാഗനെ പറ്റി പറഞ്ഞ സമയത്ത് കലാമിലുള്ള ബലാഗ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ, കെലിമത്തിലെ ബലാഗ ചർച്ച ചെയ്തിട്ടില്ല. കാരണം കെലിമത്തിൽ അറബികൾ കെലിമ ബലീഗ എന്ന അറബികളെ പറ്റി കേൾക്കപ്പെട്ടിട്ടില്ല. അപ്പോ കലാമിലുള്ള ബലാഗ, ഇത് ഒരു പോയിന്റ് ആണ്. മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഒരു കലാമ് ബലീഗ് ആവണമെങ്കിൽ എന്തുകൂടി വേണം? ആ കലാമിന്റെ അജിസാക്കളായ കെലിമാത്തുകൾ ഫസാഹത്ത് ആവണം എന്നുള്ള ഷർത്തുണ്ട്. ഒരു കലാമ് ബലീഗ് ആവണമെങ്കിൽ മുക്തദൽ ഹാലിനോട് യോജിച്ചാൽ മാത്രം പോരാ, ആ കലാമിന്റെ എല്ലാ പീസുകളും എല്ലാ അജിസാക്കളും ഫസീഹ് ആവണം എന്നുള്ള ഷർത്തൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ ബലീഗായ കലാമും ഫസീഹായ കലാമാണ്. കാരണം എന്താ? ബലീഗായ കലാം എന്ന് പറഞ്ഞാൽ മുഖ്തദൽ ഹാലിനോട് യോജിക്കും വേണം, അതിന്റെ അജിസാക്കൾ എന്താവും വേണം, ആ കലാമിന്റെ അജിസാക്കൾ എന്താവും വേണം, ഫസീഹാവും വേണം. അപ്പൊ എല്ലാ ബലീഗായ കലാമും ഫസീഹായിരിക്കും. നേരെ മറിച്ചിട്ട് എല്ലാ ഫസീഹായ കലാമും ബലീഗ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം മുക്തദൽ ഹാലിനോട് യോജിക്കാതെ സംസാരിച്ചാൽ, പക്ഷെ കലാമില് ഞാൻ നേരത്തെ പറഞ്ഞ മുഖാലഫത്തുൽ ഖിയാസും തനാഫുൽ ഹുറൂഫും തനാഫുൽ കലിമാത്തും അതുപോലെ ഖുറാബ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കഴിച്ചിലായിട്ടുണ്ട്. പക്ഷെ മുക്തദൽ ഹാലിനോട് യോജിച്ചിട്ടില്ല എങ്കിൽ ആ കലാമിനെ സംബന്ധിച്ച് നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ആ കലാമ് ഫസീഹാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റൂല? ബലീഗ് എന്ന് പറയാൻ പറ്റില്ല. ഇനി എക്സാമിനുള്ള മറ്റൊന്ന്, ഇൽമുൽ മആനിയിലെ ഖബർ എന്ന് പറഞ്ഞാൽ എന്ത്? ഖബർ ഫായിദത്തുൽ ഖബർ ലാസിമുൽ ഫായിദ, അൽ ഖബർ വ അഗ്റാദുഹു എന്നുള്ള ഇതാണ് ടൈറ്റിലാണ് ഇപ്പൊ എടുക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഇത് എക്സാമിന് വന്നിട്ടുണ്ട്. ലാസിമുൽ ഫായിദ എന്ന് പറഞ്ഞാൽ എന്താ, ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഖബർ എന്ന് പറഞ്ഞാൽ എന്ത്, ഇൻഷാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണം. ഖബർ എന്ന് പറഞ്ഞാല് സത്യത്തിനും അസത്യത്തിനും സാധ്യതയുള്ള കലാമിനിക്ക് പറഞ്ഞ പേരാണ് ഖബർ എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിക്കുക. ഖബർ ഇൻഷാ എന്നുള്ളതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. ഖബർ എപ്പോഴും ഒരു കൊട്ടേഷൻ ആയിരിക്കും. കൊട്ടേഷൻ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സത്യത്തിനും അസത്യത്തിനും സാധ്യത ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എന്റെ വാപ്പ
ഇന്നലെ എനിക്ക് 10,000 രൂപ തന്നു. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനൊരു കൊട്ടേഷനാണ്. അതായത് പുറത്തുള്ള ഒരു സംഭവം പറയാണ് ഞാൻ നിങ്ങളോട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ സംസാരത്തിൽ എന്റെ സംസാരം ഒരു യാഥാർത്ഥ്യത്തോട് യോജിക്കാനും സാധ്യതയുണ്ട്, യാഥാർത്ഥ്യത്തോട് യോജിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്റെ വാപ്പ എനിക്ക് 10,000 രൂപ തരാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ കളവ് പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാണ് പിന്നെ ഞാൻ പറയാണ് നിങ്ങളോട് പറയാണ് കേരളത്തിൽ നോമ്പ് ആയിട്ടില്ല എന്ന് ഞാൻ പറയാം. കാപ്പാട് ഇന്നലെ മാസപ്പിറവി കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയാം. അപ്പൊ കലാമിൽ ഒരു നിസ്ബ ഉണ്ടാകും, കലാമിൽ ഒരു സംഭവം പറയും, ആ സംഭവത്തിന് ആസ്പദമായിക്കൊണ്ട് പിന്നെ യാഥാർത്ഥ്യ ലോകത്ത് ഒന്നെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകും, സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ സംസാരത്തിൽ പറഞ്ഞത് യാഥാർത്ഥ്യ ലോകത്തോട് യോജിക്കുകയാണെങ്കിൽ കലാമു സ്വാദിഖായിരിക്കും, അല്ലെങ്കിൽ കാദിബായിരിക്കും. ഇതാണ് ഖബർ എന്ന് പറഞ്ഞത്. അതായത് സത്യത്തിനും രണ്ടുമാവാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്കാല് വരും, ഒരു ഡൗട്ട് വരും. ഖുർആനിൽ ഉസ്താദ് അപ്പൊ സത്യത്തിന് മാത്രമല്ലേ സാധ്യത ഉള്ളൂ, അപ്പൊ ഖുർആനിൽ ഖബർ ഇല്ലേ എന്ന് ചോദ്യം വരും. ഖുർആനിൽ ഫുള്ള് അള്ളാഹു പറഞ്ഞതല്ലേ, അപ്പൊ സത്യത്തിന് മാത്രമല്ലേ സാധ്യത ഉള്ളൂ എന്നുള്ള സംശയം. അപ്പൊ അതിന് മറുപടി, ഖുർആന് അള്ളാഹു ആണ് പറഞ്ഞത് എന്നുള്ളത് നോക്കിയിട്ടാണ് അത് സത്യത്തിന് സാധ്യത ഉള്ളത്. നമ്മൾ അങ്ങനെ നോക്കില്ല. പൊതു ആ നിലക്ക് നോക്കിയിട്ടാണ് അതെന്താണത് സത്യത്തിന് മാത്രമേ സാധ്യത ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. നേരെ മറിച്ചിട്ട് അതൊരു ഖബറാണ് എന്നുള്ള ഹൈസിയത്തിൽ അത് സത്യത്തിനും അസത്യത്തിനും സാധ്യത ഉണ്ട്. ഇപ്പോ പറയാണ് പിന്നെ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പോയ സമയത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാം, ഒരു ഉദാഹരണത്തിന് പറയാം. അത് സത്യത്തിനും അസത്യത്തിനും സാധ്യത ഉണ്ട് കലാമാണ് എന്നുള്ള ലെൻസിലൂടെ നോക്കുന്ന സമയത്ത്. പക്ഷെ പറഞ്ഞത് അള്ളാഹു ആണ് എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ അത് സത്യത്തിനെ സാധ്യത ഉള്ളൂ, അത് വേറെ വിഷയം. അങ്ങോട്ട് നമ്മൾ നോക്കില്ല. ഒരു കലാമ് അത് ഖബറാണ്, ഒരു കൊട്ടേഷൻ ആവുമ്പോ ആ കൊട്ടേഷൻ എന്നുള്ള ഹൈസിയത്തിൽ ആ ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് അത് സത്യത്തിനും അസത്യത്തിനും സാധ്യത ഉണ്ടെങ്കിൽ ആ സംസാരത്തെ പറ്റിയിട്ട് ഖബർ എന്ന് പറയും. ഇനി ഇൻഷാ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷാ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടേഷൻ ആയിരിക്കൂല, ലഫ്ള് കൊണ്ട് ഒരു മഅനയെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടാണ് ഇൻഷാ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഏത് ലഫ്ളാണോ പറയുന്നത് ആ ലഫ്ള് കൊണ്ട് ഒരു മഅനയെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ് ഇഷ്റബ് എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടിക്ക് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എന്റെ ഇഷ്റബ് എന്നുള്ള ലഫ്ള് കൊണ്ട് ഷുർബ് എന്നുള്ള മഅനയെ ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ തേടുകയാണ്. അതാണ് ഇൻഷാ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷായിൽ കൊട്ടേഷൻ ഇല്ല. എന്റെ ഉപ്പ ഇന്നലെ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ അത് കൊട്ടേഷനാണ്. നേരെ മറിച്ച് കുടിക്ക് എന്ന് പറയുന്ന സമയത്ത് ആ കൊട്ടേഷൻ ഉണ്ടാവുകയില്ല. അപ്പൊ ഇൻഷാ ഖബർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഖബർ എന്ന് പറഞ്ഞാൽ സത്യത്തിനും കലാമുൻ യഹ്തമിലു സിദ്ഖ വൽ കദിബ ലിദാത്തിഹി. ഇതാണ് ഖബറിന്റെ താരീഫ്. ഇൻഷാന്റെ താരീഫ് എന്ന് പറഞ്ഞാല് ലഫ്ളുൻ യുറാദു ബിഹി ഇൻഷാഉൽ മഅന. ലഫ്ളുൻ യുറാദു ബിഹി ഇൻഷാഉൽ മഅന. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഞാൻ പറയാണ്, എക്സാമിന് വന്ന സംഗതിയാണ് ഇനി പറയാൻ പോണത്. എന്താണ് ഫായിദത്തുൽ ഖബർ, എന്താണ് ലാസിമുൽ ഫായിദ എന്ന് പറഞ്ഞു. ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ മുഖാത്തബിനിക്ക് അറിയാത്ത ഒരു കാര്യം മുഖാത്തബിനിക്ക് അറിയിച്ചു കൊടുക്കുക. അതാണ് ഫായിദത്തുൽ ഖബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, നിങ്ങൾക്ക് KT ജലീൽ രാജിവെച്ചത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ ഫുള്ള് ക്ലാസ്സുള്ള സമയത്ത് മൊബൈലൊന്നും നോക്കാതെ നല്ല പഠനത്തിൽ സെൻട്രേഡ് ആയ ആളുകൾ, കോൺസെൻട്രേറ്റഡ് ആയ ആളുകളാണ് സമയത്ത് സ്വാഭാവികമായിട്ട് പുറത്തുനിന്നുള്ള വാർത്തകളൊന്നും ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യത. അപ്പൊ ഞങ്ങളോട് പറയാണ് KT ജലീൽ രാജിവെച്ചു എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് അറിയില്ലേ?
അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഹുക്കുമിനെ ഞാൻ ഇഫാദത്തുൽ മുഖാത്തബി അൽ ഹുക്കുമ, മുഖാത്തബിനക്ക് അറിയാത്തൊരു ഒരു ഹുക്കുമിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനാണ് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ. ഇനി ലാസിമുൽ ഫായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസിം ഫായിദത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഇഫാദത്തുൽ മുഖാത്തബി അൽ ഹുക്കുമ അല്ലദി ലാ യഅരിഫുഹു, മുഖാത്തബ് അറിയാത്ത ഒരു ഹുക്കുമിനെ ഫായിദ കൊടുക്കുക. ഇനി ലാസിമുൽ ഫായിദ എന്നാൽ സംസാരിക്കുന്ന ആള്, അതായത് മുത്തക്കല്ലിമിനിക്ക് ഹുക്കുമ് അറിയാ എന്ന് മുഖാത്തബിനെ അറിയിച്ചു കൊടുക്കുക. അതായത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇന്നലെ സുഹൈൽ ഇന്നലെ ജി തറാവിസ്കരിച്ചില്ലേ എന്ന് ഞാൻ പറയാം. അപ്പൊ ആ സമയത്ത് പിന്നെ അത് സുഹൈലല്ലേ തറാവിസ്കരിച്ചത്, അപ്പൊ സ്വാഭാവികമായിട്ട് സുഹൈൽ തറാവിസ്കരിച്ചെന്ന് സുഹൈലിന് അറിയാലോ. പിന്നെ ഞാൻ ജി ഇന്നലെ തറാവിസ്കരിച്ചു അല്ലേ എന്ന് ഞാൻ പറയുന്ന സമയത്ത്, അല്ലെ നീ ഇന്നലെ തറാവി നിസ്കരിച്ചു എന്ന് ഞാൻ പറയുന്ന സമയത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അത് അറിഞ്ഞു എന്ന് അവനെ അറിയിക്കലാണ് ഉദ്ദേശം. അതാണ് ലാസിമുൽ ഫായിദ എന്ന്. ഒന്നുകൂടി പറയാണ്, ഇന്നലെ നീ ക്രിക്കറ്റ് കളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ക്രിക്കറ്റ് കളിച്ച സുഹൈലിക്ക് ഇന്നലെ സുഹൈൽ ക്രിക്കറ്റ് കളിച്ചു എന്ന് അറിയാലോ. പിന്നെ ഇത് ഞാൻ പറയലോടുകൊണ്ട് ഉള്ള ഉദ്ദേശം, നീ ക്രിക്കറ്റ് കളിച്ചത് ഞാൻ അറിഞ്ഞു എന്ന് അറിയിക്കലാണ്. അല്ലെങ്കിൽ പറയാണ്, ഇന്നലെ നീ തഹജ്ജുദ് നിസ്കരിച്ചു. ഇതാണ് ലാസിമുൽ ഫായിദ. അതായത് മുത്തക്കല്ലിമ് ഹുക്കുമു കൊണ്ട് ആലിമാണ് എന്നുള്ളത് മുഖാത്തബിന് അറിയിച്ചു കൊടുക്കാം. ഇഫാദത്തുൽ മുഖാത്തബി ബി അന്നൽ മുത്തക്കല്ലിമ ആലിമുൻ ബിൽ ഹുക്മി ഹാദാ ഹുവൽ മഅനിയു ബിലാസിമിൽ ഫായിദത്തി. فنحن اليوم تعرفنا على على علم المعاني وعلى علم البيان وعلى علم البديع، ثم نحن تحدثنا عن معنى الفصاحة في الكلمة وعن معنى الفصاحة في الكلام. ثم تحدثنا عن الخبر ولازم عن الخبر وفائدة الخبر ولازم الفائدة. وغدا إن شاء الله نتحدث عن معاني الإنشاء وكذلك عن أقسام التشبيه وغير ذلك من الأشياء. والآن نتوقف. أستاذ محمد شافي، تمام. والآن نوقف الدرس، صح؟ إن شاء الله. غدا إن شاء الله يعني في الساعة 2:30 تحديدا إن شاء الله نبدأ ونكمل إن شاء الله. إن شاء الله نكمل. أكملنا هنا.
نعم ونستمر إن شاء الله غدا مع الطلبة ان شاء الله ان شاء الله ما بقي من علم البلاغة. ان شاء الله ان شاء الله. شكرا لكم أستاذ بارك الله على فيكم. هذه الخدمة القيمة. الله يبارك فيكم. بارك الله فيكم. بارك الله فيكم. السلام عليكم. دعواتكم ان شاء الله. وعليكم السلام ورحمه الله.